വീണ്ടും ഭാരതാംബ ചിത്രത്തിനെതിരെ SFI DYFI പ്രവർത്തകർ. കൊല്ലം ജില്ലാ കലോത്സവത്തിനിടെയാണ് സംഭവം. വേദിക്ക് സമീപമുള്ള സ്റ്റാളിൽ ഭാരതാംബയുടെ ചിത്രമുള്ള ബാനർ കിട്ടിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഭാരതാംബയുടെ ചിത്രം മാറ്റിയില്ലെങ്കിൽ കലോത്സവം നടത്തില്ലെന്ന് ഭീഷണി മുഴക്കി. വിശദാംശങ്ങളുമായി കൊല്ലത്തിനും മനോജ് ചേരുകയാണ്. മനോജ്, നേരത്തെയും SFI DYFI പ്രവർത്തകരുടെ പ്രകോപനമുണ്ടായിരുന്നു. ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധ സ്വരങ്ങൾ. ഇതിന് പിന്നിൽ തീർത്തും രാഷ്ട്രീയമാണ്, വർഗീയമായ ഇടപെടലാണ് SFIയുടെയും DYFIയുടെയും CPMന്റെയും സഖാക്കൾ ഒന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തവുമാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? നിലവിലെ സാഹചര്യവും എന്താണ്? കെ.പി. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ NTU ദേശീയ അധ്യാപക പരിഷത്താണ് ഈ 12 സ്റ്റേജുകളുടെ നിർമ്മാണ ചുമതല, ആ സ്റ്റേജുകളുടെ പന്തലിൻ്റെയും ഒക്കെ നിർമ്മാണ ചുമതല. ഈ നിർമ്മാണ ചുമതല നിർവഹിച്ചതിന് ശേഷം ഈ സൈഡിലായി തന്നെ അതിൻ്റെ ഒരു ഓഫീസുണ്ട്. അതായത് NTU അവിടെ NTUവിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയും അതിൽ തന്നെ ആ ബാനറിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ തുടർന്ന് അവിടെ SFI DYFI പ്രവർത്തകരെത്തി ആ ചിത്രം മാറ്റണമെന്നുള്ള ആവശ്യവുമായി അവിടെ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലൊരു ബഹളമുണ്ടാക്കുകയും അവിടെ വെച്ച് തന്നെ ഇവരെയൊക്കെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഭാരതാംബയെ തന്നെ ആ വാക്കുകളിലൂടെ അപമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. SFI പ്രവർത്തകർ തന്നെ പറയുകയാണ്, കാവിക്കൊടിയേന്തിയ ഒരു സ്ത്രീയാണ്, ആ ചിത്രം ഇവിടെ വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഈ കലോത്സവം നടത്തില്ല എന്നുള്ള വലിയ തരത്തിലുള്ള ഭീഷണിയായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നത്. തുടർന്ന് NTU പ്രവർത്തകരും ഈ അധ്യാപകരൊക്കെ തന്നെ പ്രതിഷേധിച്ചു. പക്ഷേ അധികാരത്തിൻ്റെ തണലിൽ ഇരുന്നുകൊണ്ട് ഈ SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകർ ഈ വേദിയിൽ കയറിയും ഈ കമ്മിറ്റി ഓഫീസിൽ കയറിയും ബഹളമുണ്ടാക്കി അവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി അനുവദിക്കില്ല, അതായത് ഭാരതാംബയുടെ ചിത്രം ഒരിടത്തും വയ്ക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ SFIയുടെയും DYFIയുടെയും നിലപാട്. നമ്മൾ മുൻപ് കണ്ടതാണ്, രാജ്ഭവനിലടക്കം വലിയ തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് SFIയുടെയും DYFIയുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു. അത്തരത്തിൽ തന്നെ ഈ ജില്ലാ കലോത്സവത്തിൽ പോലും, അതായത് ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ ആ ദേശീയ അധ്യാപക പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ദേശീയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അവർ ഈ അധ്യാപനം നടത്തുന്നതും. ആ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ പുരോഗതിക്കും വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ അവർ മാതൃകയാക്കുന്നത് ഈ ദേശീയ ചിന്തകൾ തന്നെയാണ്. അത്തരത്തിൽ ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്കാണ് ഭാരതാംബയുടെ ചിത്രം അതിൽ ആലേഖനം. മനോജ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലത്തും ദേശീയതയും ഭാരതാംബയും അവഹേളിക്കുന്ന സമീപനമാണ് ഈ SFI പ്രവർത്തകരായാലും DYFI പ്രവർത്തകരായാലും CPM പ്രവർത്തകരായാലും അനുവർത്തിച്ചു പോകുന്നത്. രാജ്ഭവനിലടക്കം മന്ത്രിമാരുടെ പെരുമാറ്റമടക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ്, കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരത്തിൻ്റെ തണലിലാണ് SFI DYFI പ്രവർത്തകരുടെ ഈ ഹുങ്ക് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകൾക്ക് വഴങ്ങുന്ന ഒരു സമീപനമാണോ കലോത്സവ സംഘാടക സമിതി സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ പോകുന്നത്? തീർച്ചയായും SFI DYFI പ്രവർത്തകർ അവിടെ എത്തി പ്രശ്നമുണ്ടാക്കിയപ്പോൾ തന്നെ അധികൃതർ വന്നുകൊണ്ട് ഈ ചിത്രം എത്രയും പെട്ടെന്ന് മാറ്റണമെങ്കിൽ മാത്രമേ ഇവിടെ മറ്റ് കലാപരിപാടികൾ നടത്തുവാൻ വേണ്ടി ഇവർ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായും അവിടെ ഒരുപാട് കുട്ടികൾ, മത്സരാർത്ഥികൾ എത്തിയിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള സംഘാടകരൊക്കെയാണ്. ആ സംഭവത്തിനിടെയാണ്, അതായത് ഈ മത്സരങ്ങളൊക്കെ നടക്കുവാൻ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. പിന്നീട് അത് പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുവാൻ വലിയ ചർച്ചയൊക്കെ ഉണ്ടായി. ആ ഭാരതാംബയുടെ ചിത്രം ആദ്യം മറയ്ക്കുവാനാണ് ഇവർ തയ്യാറായത്. അതായത് SFIയുടെയും DYFIയുടെയും ഒക്കെ ഈ പ്രശ്നങ്ങൾ അവിടെ വലിയ തരത്തിലേക്ക് പോയത് കാരണം അവിടേക്ക് അധികൃതരെത്തി, DD ഒക്കെ എത്തി അവിടെ ഇവരുമായി ചർച്ച നടത്തി, NTUവിൻ്റെ അധ്യാപകരുമായി ചർച്ച നടത്തി. പിന്നീട് അത് മറയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നും ആ ഫ്ലെക്സ് ബോർഡ് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ചിത്രം പോലും അവരെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു കലോത്സവം നടക്കുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം, അതും NTUവിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡിലുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും പിന്നീട് ആ കലോത്സവമേ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുകയും NTUവിൻ്റെ പ്രവർത്തകരെ, അവിടെയുള്ള അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അത് പുറത്തു നിന്നുള്ള DYFI SFI പ്രവർത്തകരെത്തിയാണ് ഈ അധ്യാപകരെ, അതായത് ഈ സംഘടന ചുമതലയുള്ള അധ്യാപകരെ
ഭീഷണിപ്പെടുത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു 12 സ്റ്റേജുകളുടെയും നിർമ്മാണമെല്ലാം പൂർത്തിയാക്കിയ ശേഷം ആ NDU ആശംസകളോടെ വെച്ച ഒരു ഫ്ലെക്സ് ബോർഡിലാണ് ഭാരതാംബയുടെയും അതോടൊപ്പം തന്നെ വിവേകാനന്ദൻ്റെ അടക്കം ചിത്രമുണ്ട്. എന്നാൽ ഈ ഭാരതാംബയുടെ ചിത്രം അംഗീകരിക്കാൻ ഇന്നുവരെ SFIയോ അല്ലെങ്കിൽ DYFIയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം കയ്യിലിരിക്കുന്ന കാവിധ്വജമാണ്. അത്തരത്തിലൊരു ആ കാവിക്കൊടിയെ തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ SFIയുടെ വാദം. പക്ഷേ ഒരിക്കലും തന്നെ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രതീകമല്ല എന്നുള്ളതാണ്. ദേശീയോദ്ഗ്രഥന അതോടൊപ്പം തന്നെ ദേശീയതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഭാരതാംബയുടെ ചിത്രം എന്നുള്ളത് തന്നെയാണ് NDU അധ്യാപകരൊക്കെ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ കുട്ടികൾക്ക് മാതൃകയാക്കുന്ന ഒരു പ്രവർത്തനം, കുട്ടികൾക്ക് മാതൃകയാവേണ്ട അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു പ്രവർത്തനം അവിടെ നടത്തിയതിന് ശേഷമാണ് അവർ NDUവിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചത്. പക്ഷേ അതിനെ അംഗീകരിക്കാൻ SFI DYFI പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയിൽ അതിന് നേരെ പോകുന്നവർക്ക് തന്നെ ഭാരതാംബയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത്. അത് കൂട്ടം കൂടി വന്നുകൊണ്ട് അധ്യാപകരെയൊക്കെ ഭീഷണിപ്പെടുത്തി ആ ചിത്രം അവിടെ നിന്നും മാറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അധികൃതർ ഉൾപ്പെടെ അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. NDUവിൻ്റെ പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചെങ്കിലും അധികൃതർ അവിടെ എത്തി എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ള കാര്യം പറയുകയായിരുന്നു. NDUവിൻ്റെ പ്രവർത്തകർ അത് അവിടെ നിന്നും ആദ്യം മാറ്റാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീട് കുട്ടികൾക്ക് മത്സരിക്കണം അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് കൊണ്ടാണ് പിന്നീട് അവിടെ നിന്ന് അത് മാറ്റുന്നത്. എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പരിഷത്ത് ഉൾപ്പെടെ അവിടേക്ക് എത്തി വലിയ പ്രതിഷേധമുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഭാരതാംബയുടെ ചിത്രം ഒരു സ്കൂൾ കലോത്സവത്തിന് ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ സ്റ്റാളിൽ സ്ഥാപിച്ചതിനാണ് ഇത്രയും വലിയ പ്രശ്നം അത് SFI DYFI പ്രവർത്തകർ അവിടെ എത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുമ്പോൾ ഈ അവിടെയുള്ള അധികൃതർക്കും സംഘാടകർക്കുമൊക്കെ അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവർ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ അവിടെ SFIയുടെയും DYFIയുടെയും പ്രതിഷേധമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഓരോ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ രാജ്ഭവനിലായാലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലായാലും അവരൊരിക്കലും തന്നെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ദേശീയ ചിന്താഗതികളെ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പലയിടത്തായി ഇത് തന്നെയാണ് ആവർത്തിച്ചു പോരുന്നത്. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ജില്ലാ കലോത്സവത്തിലും കാണാൻ സാധിക്കുന്നത്. KP അതിനാണ് കലോത്സവ വേദിയെ പോലും സംഘർഷഭൂമിയാക്കുന്ന സമീപനമാണ് SFI DYFI പ്രവർത്തകർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും മനോജാണ് വിശദാംശങ്ങൾ.